സെക്കൻഡ് ഓണർ ഫസ്റ്റ് സെക്കൻഡ് ഒരു വീട്ടിൽ ഉപയോഗിച്ച ഡോക്ടർമാരാണ് തന്നെ ഡോക്ടർ വണ്ടി. 2010 മോഡലാണെങ്കിലും മോഡൽ കൂടിയ പോലെ വണ്ടി കാണുന്നുണ്ട്. വണ്ടിയാണ് ഇത്. അതിനുള്ളിൽ അതിനുള്ളിൽ ഉള്ളിൽ നല്ല ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റാണ് ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളും നോക്കാങ്ങളെ. കാരണം അതാണ് ഇന്റീരിയർ ഭാഗത്ത് സൂപ്പറാണ്, ഒന്നും നോക്കാനില്ല. അത് യൂസ് ചെയ്ത അങ്ങനത്തെ ആൾക്കാരാണ്. ഏട്ടൻ എഞ്ചിനും ഡോക്ടറാണ്. വില നമുക്ക് 1.25 ചോദ്യം. എന്തായാലും ചെയ്ത് കൊടുക്കാം. 2010 മോഡൽ ജെറ്റാക്കി ചോദിക്കുന്നത് 1.25. എന്തായാലും ചെയ്ത് കൊടുക്കാം. 4 പുത്തൻ ടയർ ഉണ്ട്. 4 കടും പുത്തൻ ടയറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിന്റെ ഇന്റീരിയർ ഭാഗത്താണ് കേട്ടോ. സൂപ്പർ വണ്ടി വേണമെങ്കിൽ നോക്കി കളി. പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചില്ലറ പൈസക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ജനപ്രിയ വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നുള്ളത് വെന്നിയൂറിലെ കാർ വേൾഡ് യൂസർ കാർ ഷോറൂമിലാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ചെറിയ പൈസന്റെ, അതായത് 2 ലക്ഷത്തിന് താഴത്തുള്ള ഒരുപാട് വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ്. മോഡൽ കൂടിയ വണ്ടികളുണ്ട്, എന്നിരുന്നാലും മോഡൽ കുറഞ്ഞ വണ്ടികളാണ് ഇവിടെ കൂടുതലും കിട്ടുക. നിങ്ങൾ എല്ലാവരും തപ്പി നടക്കുന്ന റിഡ്സ് കാർ, അതും ഡീസൽ വണ്ടികളാണ്. ഇവിടെ 4-5 പീസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ 7 സീറ്റർ വണ്ടികൾ, ചെറിയ പൈസക്ക് 7 സീറ്റർ വണ്ടി നോക്കി നടക്കുന്നവരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കളി. ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. അതുപോലെ തന്നെ ഇന്നോവ ഒരു 3 പീസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എല്ലാത്തരം കമ്പനി വണ്ടികളും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നിലവിൽ ഒരു 40-45 വണ്ടികളാണ് നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. ഏകദേശം 30% വണ്ടികളും വില കുറവിൻ്റെതാണ്. വില കൂടിയ വണ്ടികൾ കുറച്ചുണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ എന്നോടൊപ്പം ഉള്ളത് സലാമക്കാണ്. സലാമക്ക എന്തൊക്കെയുണ്ട്? നോമ്പെല്ലാം നമ്മളെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ഷീണത്തിലാണ്, ആദ്യത്തെ എനർജി ഉണ്ടാവില്ല അല്ലെ. പിന്നെ അന്നാള് വീഡിയോ ചെയ്തിട്ട് വണ്ടി പോയി ധാരാളം ചെറുവണ്ടികൾ ഏകദേശം പോയിട്ടുണ്ട് അല്ലെ. ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാലേ, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചെയ്തിട്ട് വില കുറഞ്ഞ വണ്ടി ബാക്കിലുണ്ടാവും, മുന്നിലുണ്ടാവും, എല്ലാം മിക്സ് ആണ്. അതെ, എന്തെങ്കിലും തിക്കും തിരക്കെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടാൽ മതി വീഡിയോ അല്ല. കാരണം എന്താ വെച്ചാല് ഇത് നിങ്ങൾക്ക് ഒരു എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അല്ല. തീർച്ചയായും. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് നല്ല കമന്റ്, നല്ല റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. വില കുറവാണ്, നല്ല വണ്ടികളാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കമന്റ് ഞാൻ നോക്കലില്ല. അല്ല, നമ്മളെന്തായാലും നമുക്ക് അറിയണല്ലോ ആർക്ക് എന്തൊക്കെ പറയേണ്ടത്. പിന്നെ ഇതൊന്ന് കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ പറഞ്ഞു. ഇത് വെന്നിയൂർ കപ്രാട്, വെന്നിയൂർ കോട്ടക്കൽ നിന്ന് ചമ്മാടിന് സെന്റർ ആയിട്ട് വരും. ഡിസ്ട്രിക്റ്റില് വെന്നിയൂറാണ് പ്ലേസ് വരുന്നത്. വെന്നിയൂരിന് താനൂർ റോഡ്. അതായത് കോഴിക്കോട് തൃശ്ശൂർ ഹൈവേന്ന് വെന്നിയൂർ കിട്ടും. കക്കാട് കഴിഞ്ഞിട്ടാണ് വെന്നിയൂർ കിട്ടുക. ഈ തൃശ്ശൂർ ആ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ കോട്ടക്കൽ കഴിഞ്ഞിട്ടാണ് വെന്നിയൂർ കിട്ടുക. അപ്പൊ ഈ വെന്നിയൂറിന് തെയ്യാല റോട്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയാൽ മതി. ഒരു കിലോമീറ്റർ ഉണ്ടാവും. 1 കിലോമീറ്റർ ഉണ്ട്. ഈ സ്ഥലത്തിന് പേര് അല്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പിന്നെ അങ്ങനെ ലൊക്കേഷന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ചാൽ മതി. അതുപോലെ തന്നെ പിന്നെ വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് ഹായ് വിട്ട് കൊടുത്താല് എന്തായാലും ലൊക്കേഷൻ കിട്ടും. അപ്പൊ ഇവിടെ മാക്സിമം എത്ര വണ്ടികളുണ്ട്? ചുരുങ്ങിയത് ഒരു 33 വണ്ടി ഉണ്ടാവും. 33 വണ്ടികളുണ്ട്. മോഡൽ കൂടിയ വണ്ടികളുണ്ട്, മോഡൽ കുറഞ്ഞ വണ്ടികളുണ്ട് കേട്ടോ. എല്ലാത്തരം വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്. ആദ്യമായിട്ട് അതിൽ തുടങ്ങാം. നമുക്ക് ഓരോ വണ്ടികളായി കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഒരു ജനപ്രിയ വണ്ടിയായ റിഡ്സ് കാറിൽ നമുക്ക് തുടങ്ങാം. 2010 VDI ഡീസൽ. 2010 മോഡൽ പേപ്പർ. ഓപ്ഷൻ വീഡിയോ 2029 പേപ്പർ, 30 പേപ്പർ ഉണ്ട്. ഓക്കെ, പുതിയ പേപ്പറാണ്. വണ്ടി അടിപൊളി വണ്ടിയാണ്. റിയാണ്, റീറൈസറാണ്. ഇതൊരു വർഷാപ്പ് പേരും കുറെ കാലമായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ് തന്നെ. അയാൾ ചെറിയൊരു പൈസന്റെ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് തന്നാണ്. ഒരു റീറൈസൺ ആയിട്ടുള്ള വണ്ടിയാണ്. ഇത് മെക്കാനിക്കൽ പരമായി 100% ഒന്നും ചെയ്യാനില്ല. ഒരു പണിയില്ല. ഒരു പണി ചെയ്യാൻ അങ്ങനെ ഡീസൽ അടിച്ച് ഓടിയാൽ മതി തന്നെ, ഒരു കുഴപ്പമില്ല. ഓക്കെ, എത്ര ചോദിക്കണേ? ഇത് നമുക്ക് 1.25 1,75,000 രൂപക്ക് വരെ പേപ്പറിലെ റിഡ്സ് കാർ, അതും ഡീസൽ വണ്ടി. ഡീസൽ ഓക്കെ, വില കുറച്ച് കൊടുക്കൂലേ? എന്തായാലും ചെറുതായിട്ട് അല്ല. വീണ്ടും നമുക്ക് ഇവിടെ ഒരു റിഡ്സ് കാർ. അത് റിഡ്സ് 2009 ഇതേമാതിരി തന്നെ റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാണ് തന്നെ. പുതിയ RC വന്നു. ഒറിജിനൽ കേരള. ഓക്കെ, ഇത് ഡീസൽ പെട്രോൾ വണ്ടി അല്ല. ഓപ്ഷൻ പിന്നെ VXI. വണ്ടി നല്ല വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. മെക്കാനിക്കൽ പെട്രോൾ വണ്ടി അല്ല, കുഴപ്പം വരില്ല. ഓക്കെ, എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഒരു 1.25 ഇതും കൊടുക്കാം. 1.25 അത് കൊടുക്കാം. ഇത് റീ ആണ്, അത് കേരളയാണ്. അതെ, ഇത് ഡീസലാണ്, അത് പെട്രോൾ ആണ്. എന്തായാലും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാ. ഇവിടെ നമുക്കൊരു Zen ST-ലോ നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്രയാണ്? 2028 പേപ്പർ ഉണ്ട്. 28 പേപ്പർ. VXI ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, വണ്ടി എന്തുവാണ്? വണ്ടി നല്ല വണ്ടി, ടോപ്പ് വണ്ടി, 4 പുത്തൻ ടയർ ഉണ്ട്. ഒരു സാധനം മാറിയില്ല, ഒന്നും. കമ്പനി എങ്ങനെ ഇറങ്ങിയിരിക്കണം അതേമാതിരി തന്നെ. റീപ്ലേസ് ഒന്നുമില്ല. മെക്കാനിക്കൽ പക്ക ഫുൾ ആണ്. ഒന്നും ചെയ്യാനില്ല. ഒന്നടിക്കാൻ ഓടുക.
എത്ര ചോദിക്കണേ? ചോദിക്കുന്നത് നമ്മൾ 1.25 ചോദിച്ചു, നമുക്ക് ₹1 കൊടുക്കാം. 99 രൂപ. 99 രൂപ കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കിയാളി. അപ്പൊ അടുത്ത നമുക്ക് പിന്നെ ചവർലൈറ്റിന്റെ ഇത് ഏതാണ്? ഫുൾ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാ? ഡീസൽ LT അല്ല? സെക്കൻഡ് ഓണർ, ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി, സെക്കൻഡ് ഓണർ. മോഡൽ 1.20 ഓടിയിട്ടുള്ളൂ. 2012-13. 2012 മോഡൽ 13 റേസ് ആയിട്ടുള്ള. ഓക്കെ, ഡീസലില് സെക്കൻഡ് ഓണർഷിപ്പിൽ ഓട്ടോ എത്ര? 1.20 ഓടിയിട്ടുണ്ട്. എത്ര ചോദ്യം നമ്മൾ ചോദിക്കുന്നത് 1.25 നമുക്ക് 1.15 കൊടുക്കാം. 1.15 കൊടുക്കാം. ഇത് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ 100 പിന്നെ ബീറ്റ് അല്ല, ചെറിയൊരു ഇതുണ്ടാവും ബീറ്റ് ആകുമ്പോൾ. ഇവിടെ ആൾട്ടോ കേട്ടൺ, ഇത് 2010 മോഡല്. പേപ്പർ ഈ കൊല്ലം ലാസ്റ്റ് ആണ്, ഇനിയുണ്ട് സമയമുണ്ട്, ഒരു 6 മാസം സമയം. 1 കൊല്ലം വരെ സമയമുണ്ട്. എടുക്കുന്ന ആൾക്ക് പിന്നെ അതെ സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ് യൂസ് ചെയ്ത വണ്ടിയാണ്. എത്ര ഓട്ടം? 1.11 1,11,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി എന്തെങ്കിലും റീപ്ലേസ് ഒരു സാധനം റീപ്ലേസ് മേജർ ആക്സിഡന്റ് കമ്പനി അങ്ങനെ വന്ന അതേമാതിരി തന്നെ ഒരു സാധനം മാറ്റിയിട്ടൊന്നുമില്ല. മെക്കാനിക്കൽ 100 ഒന്നും ചെയ്യാനൊന്നും ഒന്നും ചെയ്യാല്ല. എത്ര ചോദിക്കണേ? നമുക്ക് ഇതൊരു 1.25 കൊടുക്കാം. 1.25 കൊടുക്കാം. വില കുറയൂലേ? ഇല്ല, ഇനിയിപ്പോ അതിന് കുറയാൻ. ആൾട്ടോ കേട്ടനാണ്, ആൾട്ടോ അല്ല. ആൾട്ടോ 2010 വണ്ടി കൊടുക്കണ്ടേ? ആൾട്ടോ കേട്ടൺ, അത് കേട്ടനാണ്. സീരീസ് ഇഞ്ചൻ അല്ലേ? 1000 cc ആണ്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്, നല്ല ക്വാളിറ്റി, നല്ല ക്വാളിറ്റി. കട്ടുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉള്ളത്. ടയർ പുതിയ ഒരു ആവറേജ് ഉണ്ട്, 90% ടയർ ഉണ്ട്. അടുത്ത നമുക്ക് ഇയോൺ കാണിച്ചു കൊടുക്കാം. മോഡലാണ് ഇത് 2013 മാഗ്ന പ്ലസ് ആണ്. ഓക്കെ, എന്തുപാട് വണ്ടി? വണ്ടി കുഴപ്പമില്ല, സിംഗിൾ ഓണർ ആണ്. ഉള്ളില് പുതിയ സീറ്റ് കവർ ചെയ്തു. അതുപോലെ തന്നെ ഉള്ളു പുറത്തൊക്കെ ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ്. 65 ഓടിയിട്ടുള്ളത്. 65,000 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഇത് നമ്മളെ ഓണർ ചിലപ്പോ ചൂണ്ടി കാണിച്ചാൽ കിട്ടും ആളെ തന്നെ. കാണിക്കുന്നില്ല. വണ്ടി തട്ടുമുട്ട് തിരക്കൊന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ, നല്ല വണ്ടി. നമ്മളെ അയൽവാസിന്റെ വണ്ടിയാ. അയൽവാസിന്റെ. ഓക്കെ, എത്ര ചോദ്യം? ഇത് ചോദ്യം നമുക്ക് ഒരു 1.65 കൊടുക്കാം. 65. ഓക്കെ, 1.65 ലാസ്റ്റ് കുറയോ? അതിന് കുറേ ഉണ്ട്. സിംഗിൾ ഓൺ വണ്ടി 69 ഓടിയതാണ്. ഇപ്പൊ നാളെ തന്നെ പോയി വരും. ഈ വീഡിയോ ഫസ്റ്റ് കാണാൻ ആദ്യത്തെ കച്ചവടം ചിലപ്പോൾ ഇതായിരിക്കും, പറയാൻ പറ്റൂല. ഓട്ടം ചെറുതാണ് കേട്ടോ. 1.65 ചോദിക്കുന്ന വില കുറച്ച് തരും. 2013 മോഡലാണ്. 13. ഇവിടെ നല്ല അടിപൊളി വോക്സ്വാഗന്റെ പോളോ പരിചയപ്പെടാം. ഇത് മോഡൽ 2012 ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി 1.20 ഓട്ടം. 1.20 വണ്ടി ഓടിയിട്ടുണ്ട്. KL11 AM 64 ഫാൻസി നമ്പർ. നല്ല അലുവ പോലത്തെ. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ GT തന്നെ 2023 മോഡൽ വരുന്ന വോക്സ്വാഗൻ. അതിന്റെ ഫ്രണ്ടേജ് ആക്കിയതാണ്. റീപ്ലേസ് ഫ്രണ്ടില് ന്യൂ ഷേപ്പിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഗ്ലാസ് മാറ്റിക്കുന്നത് നമ്മൾ മാറ്റുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു, മെയിൻ ഗ്ലാസ്. ഇത് വീഡിയോ നമ്മൾ എടുത്തപ്പോ ഉണ്ട്, നമ്മൾ മാറ്റുന്ന സമയത്തുള്ള വീഡിയോ. തട്ടിയിട്ട് മുട്ടിയിട്ട് മാറിയതല്ല, അല്ലല്ല, ചെറിയൊരു ക്രാക്ക് വന്നിരുന്നു. വീഡിയോ എടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ, ഉള്ളും പുറത്തൊക്കെ അതുപോലെ തന്നെ കട്ടുള്ള ടയറാണ്. LC കാര്യങ്ങളൊക്കെ വരുന്നതാണ്. LED LCD ഒക്കെ ഉണ്ട്. ഓക്കെ, 4 അലൈവിലാണ്. എത്ര ഇനി ചോദിക്കുന്നത്? ഇതിന് ചോദിക്കണേ നമുക്ക് 2.25 കൊടുക്കാം. 2.25 കൊടുക്കാം തന്നെ. 2012 മോഡല് 2.25 കൊടുക്കാം. ഡീസൽ വണ്ടിയാണ് കേട്ടോ. 2.25 മൂപ്പര് ചോദിക്കുന്നത്. വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ. പരമായിട്ട് യാതൊന്നും ചെയ്യാനൊന്നും പണി കാര്യമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് അടുത്ത് വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ നോക്കിക്കോ കേട്ടോ. ഇവിടെ നമുക്ക് സ്വിഫ്റ്റ് കാർ നോക്കാം. ഇത് മോഡൽ എത്രയാണ്? ഇത് 2010 പുതിയ പേപ്പർ. 2010 പുതിയ പേപ്പർ. റിന്യൂവൽ ഒക്കെ കഴിഞ്ഞു. ഡീസൽ വണ്ടിയാണ്. നമ്മളാണ് ആർച്ചോണർ, നമ്മളെ പേര് മാറ്റേണ്ടി വന്നു. തന്നെ ഡീസൽ വണ്ടിയാണ്. ഓക്കെ, മാക്സിമം 1,00,000 ചില്ലറ ഒരു 1.20 ഓടിയിട്ടുണ്ട്. പിന്നെ വണ്ടി വേറെ അപകടവും കാര്യങ്ങളും റീപ്ലേസും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 4 അലൈവിലുണ്ട്. അലോയ്സ് ഇനിയിപ്പോ 2030 വരെ ആർക്കും ഒന്നും മെയിൻ ചെയ്യണ്ട, എല്ലാ പേപ്പർ റെഡിയാണ്. 2030 എത്ര ചോദ്യം? ചോദ്യം നമ്മൾ 2.25 ചോദ്യം നമുക്ക് എന്തെങ്കിലും കമ്മി ചെയ്തിട്ട് കൊടുക്കാം. പുതിയ പേപ്പർ അല്ലേ? വില കുറച്ച് കൊടുക്കും. വില കുറച്ച് കൊടുക്കും. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയോ. നമുക്കൊരു വാഗനർ നമുക്ക് നോക്കാം. ഇത് വാഗനർ റയർ വരുന്ന വാഗനറാണ്. 2007 റയർ പീസ്. ഓട്ടോമാറ്റിക് ആണ്. 2007 ഓട്ടോമാറ്റിക്. 2007 മോഡൽ ഓട്ടോമാറ്റിക് റയർ പീസ് ആണ്. അന്നൊക്കെ നമ്മളൊരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങലാണ് 2007 പിന്നെ 10 ശേഷമാണ് ഇതിനൊക്കെ ആവശ്യക്കാരുണ്ടാവും. ചെറിയ അന്നത്തെ ഗിയർ ബോക്സ് AT ഗിയർ ബോക്സ് ആണ്. പിന്നെയാണ് AMT വന്നത് ഗിയർ ബോക്സ്. ഇത് നല്ല ഗിയർ ബോക്സ് ആണ്. അടിപൊളിയാണ്. 2007 നല്ല ട്രിപ്പിൾ നോക്കുകയാണെങ്കിൽ ഇല്ലല്ലോ, ഒന്നുമില്ല. ഞാൻ എറണാകുളത്ത് ഓടിച്ചോണ്ട് അത്ര നല്ല മൈലേജും കിട്ടാൻ 16-17 മൈലേജ് കിട്ടി. മൈലേജ് ഉണ്ട്. ഏതൊരാൾ വിശ്വസിച്ചെടുക്കാൻ പറ്റും. 96 ഓടിയിട്ടുള്ളൂ. 96,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ഒരു സാധനം ഒക്കെ കമ്പനി ഒന്നും മാറിയില്ല, ഒരു സാധനം മാറിയില്ല, ഒക്കെ കമ്പനി അതേപോലെ. എത്ര ചോദ്യം? ഇത് ചോദ്യം നമ്മൾ തന്നെ ₹2 ചോദിച്ചു, നമുക്ക് എന്തായാലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ₹2 ചോദിക്കണം. അതിനെന്തായാലും കുറച്ച് കൊടുക്കാം. വണ്ടി അത്ര ക്വാളിറ്റി ഓട്ടോമാറ്റിക് മാനുവൽ അല്ല, വണ്ടി ഓട്ടോമാറ്റിക് ആണ്.
അപ്പൊ അതുകൊണ്ടാണ് അത്ര റേറ്റ് ചോദിക്കുന്നത്. പിന്നെ ഇതൊക്കെ ആവശ്യക്കാർ 2000 തെരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ടോ? അല്ല, ഞാൻ ചോദിക്കാതല്ല, ആരെങ്കിലും ആവശ്യക്കാർ വരികയാണെങ്കിൽ വന്നിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് കുറച്ചുകൂടി ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു കേട്ടോ. അടുത്ത നമുക്ക് ഒരു ഹോണ്ട സിറ്റി നോക്കാം. ഹോണ്ട സിറ്റി ഡോൾഫിൻ ഡീസലോ പെട്രോൾ? പെട്രോൾ. ഡോൾഫിനൊക്കെ പെട്രോൾ വരുള്ളൂ. ഹോണ്ട സിറ്റി 14 ശേഷമാണ് ഡീസൽ വരുന്നത്. 2005 മോഡൽ അല്ലേ? 2005. വണ്ടി വണ്ടി റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. തട്ടുമുട്ട് കാര്യങ്ങൾ. സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. GXI ആണ്. എന്തെങ്കിലും പണി കാര്യം കാര്യങ്ങളൊക്കെ ഇത് എക്സ്ട്രാ വന്നതൊക്കെ അന്നൊന്നും അലൈ വരുന്നില്ല. അല്ല, എക്സ്ട്രാ കയറ്റിയതല്ലേ? ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സെക്കൻഡ് ഓണർ അല്ലേ? അങ്ങനെ ഇതൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ആൾക്കാർ ഡോക്ടർ അന്നൊക്കെ ഇത് എത്ര ഇത് വക്കീല കേട്ടോ, അഡ്വക്കേറ്റിനാണ്. അന്ന് വക്കീല് ഡോക്ടർമാര് എഞ്ചിനീയർമാരൊക്കെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സാധാരണക്കാർ വാങ്ങി നമ്മൾ ഇത് എത്ര ചോദിക്കണേ? എത്ര ചോദിക്കണേ? ഇത് ചോദിക്കുന്നത് നമ്മൾ തന്നെ ഒരു 1.30 കൊടുക്കാം. 1.30 കൊടുക്കാം. ഓക്കെ. 2005 മോഡൽ പെട്രോൾ വണ്ടി ഡോൾഫിൻ. നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്തു കൊടുക്കാം. ഇവിടെ ഒരു AP റൈസൻ ആയിട്ടുള്ള ഇന്നോവ കാർ നമുക്ക് പരിചയപ്പെടാം. ഇത് 2012 11 മോഡൽ 12 മോഡൽ ഉണ്ട്. 12 വണ്ടി എന്ത് പാടി? ഇത് വണ്ടി നല്ല വണ്ടിയാണ്. NOC-ലാണ് നിലവിൽ NOC-ലാണ് ഉള്ളത്. മെയിൻ ക്ലാസ് ആണ്. അവിടുന്ന് വരുന്ന വണ്ടികളൊക്കെ ഉണ്ടാവും. എത്ര ഓട്ടം കാണിക്കുന്നത്? ഓട്ടം ഇത് 1-2 രണ്ടിടത്ത് ഓടിയിട്ടുണ്ട്. വണ്ടി എന്ത് പാട്? മെക്കാനിക്കൽ പരമായിട്ട് എന്ത് പാട്? നല്ല സെക്കൻഡ് ഓർഡർ വണ്ടിയാണ്. തന്നെ നല്ല വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഈ ഒരു ഗ്ലാസ് മാത്രം. അതിപ്പോ പുറത്തുനിന്ന് വരുന്ന എല്ലാ 90% റീപ്ലേസ് ഉണ്ടാണ്. പിന്നെ വേറെ ഡിക്ക് ബോണറ്റ് റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. ഇതിപ്പോ നിങ്ങള് NOC-ലാ കൊടുക്കുക? NOC കൊടുക്കണം. അവരുടെ പേരിൽ നമുക്ക് NOC മാറി കൊടുക്കില്ല. ഓക്കെ. എത്ര നമുക്കൊരു 4.5 കൊടുക്കാം. 4.5 NOC-ല്. 4.50 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കില്ല. അതെ. എന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ. 2011 റൈസൻ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ NOC-ലാണ് മൂപ്പര് ചോദിക്കുന്നത്. 4.50 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് തരും. പിന്നെ കേരള നമ്പർ ആവശ്യക്കാർ ചെയ്യേണ്ടി വരും കേട്ടോ. അതിനുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ അല്ല, ഒരു 1 ലക്ഷം രൂപ വേണ്ടല്ലോ. ഇതിന് വണ്ടിയല്ലേ? ഇത് 11 മോഡൽ വണ്ടിയല്ലേ? 12 മോഡൽ അല്ല? 12. അത്ര എക്സ്പെൻസ് വരൂല. ഇതിനൊരു 45. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി കേട്ടോ, വില കുറച്ച് തരും. ഇവിടെ നമുക്ക് ഒരു ചവർലൈറ്റിന്റെ എൻജോയ് 2013 ഒരു 7 സീറ്റർ വണ്ടിയാണ്. ഇത് ചെറിയ പൈസക്ക് കിട്ടും കേട്ടോ. അന്നത്തെ രാജാവാണിത്. ഇത് എന്ത് ഈ വണ്ടിനെ പറ്റി ഒന്ന് പറഞ്ഞു. വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ്. 2013. ഓക്കെ. എൻജോയ് ഡീസൽ എല്ലാ സാധനം വർക്ക് AC സെൻട്രൈസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. നിങ്ങൾക്ക് വിട്ടു എല്ലാം പറഞ്ഞോളൂ. ഇതിന് തന്നെ ഒരു സാധനം റീപ്ലേസ് ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ അന്ന് ഇത് 7 സീറ്റ് എന്ന് പറഞ്ഞാൽ 8 സീറ്റ് ആണത്. ഈ 8-12 ആളും 8 സീറ്റാണ്. 8 സീറ്റാണ്. അപ്പൊ 8 സീറ്റർ വണ്ടിയാണ്. എത്ര വില ചോദിക്കുന്നത്? ഇത് നമുക്ക് 2.25 കൊടുക്കാം. 2.25 കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ 2013 മോഡലാണ്. എൻജോയ് ആണ് വണ്ടി. സിംഗിൾ ഓണർ ഡീസൽ ആണ്. അത്യാവശ്യം എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഞങ്ങൾ 20 കിട്ടും. 20 കിട്ടും അല്ലേ? 20 മൈലേജ്. ഇതാ മറ്റേ ക്വാർട്ടർ ജെറ്റിന് എഞ്ചിൻ വന്നില്ല. അതാണ് ഇതിന് ഷെയിലിന് പിന്നെ 1.50 ഓടിയിട്ടുണ്ട് വണ്ടി. വണ്ടി റീപ്ലേസ് തട്ടുമുട്ട് വരക്കൊന്നുമില്ല. വണ്ടിയാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കിയാൽ കേട്ടോ. ചെറിയ. അപ്പൊ ഇവിടെ ലാസ്റ്റ് വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ വീഡിയോയുടെ അടിയിൽ നമ്പർ ഉണ്ട്. അതിൽ നിന്ന് ഒന്ന് വിളിക്കുക. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ സേവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹായ് അയച്ചു കൊടുത്താൽ അവർ ലൊക്കേഷന് വേണമെങ്കിൽ അവർ അയച്ചു തരും കേട്ടോ. അപ്പൊ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്. കോഴിക്കോട് തൃശ്ശൂർ ഹൈവേയില് വെന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ് പ്ലേസ് വരുന്നത്. അതായത് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്ത് നിങ്ങൾ വരികയാണെങ്കിൽ കക്കാട് കഴിഞ്ഞിട്ടാണ് വെന്നൂർ കിട്ടുക. അതേപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ കോട്ടക്കൽ കഴിഞ്ഞിട്ടാണ് ഈ വെന്നൂർ കിട്ടുക. ഈ വെന്നൂർ ടൗണിന് ഒരു എന്താ പറയുക തെയ്യാല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആ റോഡിൽ ജസ്റ്റ് ഒരു കിലോമീറ്റർ നിങ്ങൾ വന്നു കഴിഞ്ഞാലാണ് ഈ യാർഡ് കിട്ടുക. അതായത് റോഡിന്റെ സൈഡ് തന്നെ ഉള്ള യാർഡാണ്. അത് വരുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര മോഡലാണ്? 2010 മോഡലാണ്. വോക്സ്വാഗന്റെ ജെറ്റ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. ഫസ്റ്റ് സെക്കൻഡ് ഒരു വീട്ടിൽ ഉപയോഗിച്ച ഡോക്ടർമാരാണ് തന്നെ. ഡോക്ടർ വണ്ടി. ഓക്കെ. 2010 മോഡലാണെങ്കിലും മോഡൽ കൂടിയ പോലെ വണ്ടി കാണുന്നുണ്ട്. ഇത് അതിനുള്ളിൽ പുറത്തൊക്കെ നോക്കാം. ഉള്ളിൽ നല്ല ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റാണ്. ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളും നോക്കാൻ നിങ്ങള്. അതാണ് ഇന്റീരിയർ ഭാഗത്ത് സൂപ്പറാണ്. ഒന്നും നോക്കാനില്ല. അത് യൂസ് ചെയ്ത അങ്ങനത്തെ ആൾക്കാരാണ്. ഏട്ടനും എഞ്ചിനും ഡോക്ടറാണ്. ചോദിക്കുന്നത്
വില എത്ര ചോദിക്കണേ? വില നമുക്ക് 1.25 ചോദ്യം. 1.25 കൊടുക്കാം. എന്തായാലും ചെയ്ത് കൊടുക്കാം. തന്നെ 2010 മോഡൽ ജെറ്റ് ആക്കി ചോദിക്കുന്നത് 1.25. എന്തായാലും ചെയ്ത് കൊടുക്കാം. കുറച്ച് വരും, ഫിക്സ് റേറ്റ് അല്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കി. 4 പുത്തൻ ടയർ ഉണ്ട്, 4 കടും പുത്തൻ ടയറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിന്റെ ഇന്റീരിയർ ഭാഗത്താണ് കേട്ടോ, സൂപ്പർ. വണ്ടി വേണമെങ്കിൽ നോക്കി കളി.